നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശു പൊളിച്ചത് കർഷകരെ കുടിയിറക്കുവാനുള്ള സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴയിൽ 17-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊടുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതായി ബാങ്ക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കനത്ത മഴയിൽ ആലക്കോട് പഞ്ചായത്തിലെ തലയനാട്ടിൽ വൻ നാശനഷ്ടം. വാർത്തകൾ വിശദമായി. തൊമ്മൻകുത്തിലെ 458 കുടുംബങ്ങളെ വനംവകുപ്പ് കയ്യേറ്റക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന്റെ തുടർച്ചയാണ് കൈവശഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശു പൊളിച്ചതെന്നും ഇത് കർഷകരെ കുടിയിറക്കുവാനുള്ള സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നും DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ CPIയുടെ മൗനവും ദുരൂഹമാണ്. മലയോര ജനതയെ ഭൂനിയമങ്ങളുടെ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് തള്ളിവിടുകയാണ് ഇടത് സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. തൊമ്മൻകുത്തിലെ 458 കുടുംബങ്ങളെ വനംവകുപ്പ് കയ്യേറ്റക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന്റെ തുടർച്ചയായാണ് കൈവശ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് പൊളിച്ചതെന്നും ഇത് കർഷകരെ കുടിയിറക്കുവാനുള്ള സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നും DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. കൈവശ ഭൂമിയിൽ നിന്ന് ആളുകളെ കുടിയിറക്കി വനമാക്കി മാറ്റുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് ഈ പ്രദേശം വനമാണെന്ന് തൊടുപുഴ തഹസിൽദാർ റിപ്പോർട്ട് നൽകിയത്. ജണ്ടയ്ക്ക് പുറത്ത് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 458 കുടുംബങ്ങളെയാണ് ഇപ്പോൾ കയ്യേറ്റക്കാരാക്കിയിരിക്കുന്നത്. ഒരു വശത്ത് ഈ പ്രദേശം സന്ദർശിച്ച ഇടതുപക്ഷ നേതാക്കൾ ഇവിടം വനമല്ലെന്നും ആളുകളുടെ കൈവശ ഭൂമിയാണെന്ന് പറയുകയും മറുവശത്ത് സർക്കാർ ഇവിടെ വനമാണെന്ന് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തത് ആസൂത്രിതമായാണ്. ഈ വിഷയത്തിൽ CPIയുടെ മൗനവും ദുരൂഹമാണ്. കൈവശ ഭൂമിയിലെ കുരിശു പൊളിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും ഈ പ്രദേശത്ത് പട്ടയം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തൊടുപുഴ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഈ പ്രദേശം വനമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രദേശം വനമാക്കി മാറ്റാൻ വനം റവന്യൂ വകുപ്പുകൾ നടത്തുന്ന നീക്കം അനുവദിക്കാനാവില്ല. മലയോര ജനതയെ ഭൂനിയമങ്ങളുടെ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് തള്ളിവിടുകയാണ് ഇടത് സർക്കാർ ചെയ്യുന്നത്. ഇതിന് ജില്ലയിലെ ഇടത് നേതാക്കൾ ഒത്താശ ചെയ്യുകയാണെന്നും ബിജോ മാണി പറഞ്ഞു. തഹസിൽദാര് കളക്ടറേറ്റ് വിളിച്ച് ചേർന്ന യോഗത്തില് ഇത് റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞ് അവിടെ മിനിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ തഹസിൽദാർ തന്നെ ഇവിടെ രേഖാമൂലം അവർ കൊടുത്തിരിക്കുക ഇത് വനഭൂമിയാണ്. അപ്പൊ ഈ കാര്യത്തിൽ എന്താ ആത്മാർത്ഥമുള്ള ഇതിന് കൃത്യമായി അവർ പറയുന്ന ജില്ലയിലെ ഭരണകക്ഷി നേതാക്കളാണ്. അവിടെ നാലങ്ങാനം സന്ദർശനം നടത്തി CPM ജില്ലാ സെക്രട്ടറി എത്ര തീവ്രമായിട്ടാണ് പ്രതികരിച്ച് വനംവകുപ്പിനെതിരെയും വില്ലേജ് ഓഫീസർക്കെതിരെയും കാളിയ റേഞ്ച് ഓഫീസിലേക്ക് സമരം നടത്തി. എത്ര തീവ്രമായിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വില്ലേജ് ഓഫീസറെ ചെയ്ത് വിളിച്ചത്. എന്നിട്ട് ഇവർ ചെയ്ത കാര്യം എന്താ? ഗവൺമെന്റ് ചെയ്ത കാര്യം എന്താ? ഇപ്പൊ തെറ്റായ കാര്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തെറ്റായ കാര്യം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവിടെ അദ്ദേഹത്തെ അപേക്ഷ കൊടുത്തു, ജനറൽ ട്രാൻസ്ഫർ അപേക്ഷ കൊടുത്തു, സ്വന്തം നാട്ടിലേക്ക് മാറ്റം കൊടുത്തു, ഇത്രയോട് കാര്യം സൗകര്യമായി, കൂടുതൽ സൗകര്യമായി. അവിടെ ചെയ്യേണ്ട കാര്യം, അവിടെ തെറ്റായ കാര്യം നടന്നിട്ടുണ്ട്. നമ്മൾ അവിടെയുള്ള ഒരു വനഭൂമിയിൽ വനംവകുപ്പ് ജണ്ട സ്ഥാപിച്ചതിനകത്ത് കയറി 1 ഇഞ്ച് ഭൂമിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ, അവിടെ കയറി മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ വനഭൂമിയിൽ കയറി എന്തെങ്കിലും നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെ അങ്ങനെ കടന്നു കയറിയ ആളുകളെ 1% പോലും ന്യായീകരിക്കത്തില്ല. അവർക്ക് നടപടി എടുക്കണമെന്ന് യാതൊരു തർക്കവുമില്ല. ഇത് വനംവകുപ്പ് തന്നെ അവർ പറഞ്ഞിരിക്കുക ഞങ്ങൾ ജണ്ട കെട്ടി സർവേ നടത്തി തിരിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഈ ജണ്ടയ്ക്ക് പുറത്തേക്ക് എന്തിനാ ഈ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി വരുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. അത് തെറ്റാണെന്ന് പറയാനും ആ തെറ്റ് കാണിച്ചവർക്ക് നടപടി എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു ഭരണ നേതൃത്വം ചെയ്യേണ്ട കാര്യം. അതല്ലാതെ അവിടെ പോയി ആളുകളെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി കുറെ പ്രസ്താവന നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല. അപ്പൊ അത് ചെയ്യാൻ സർക്കാർ തയ്യാറുണ്ടോ, അല്ലെ അങ്ങനെ നടപടി എടുപ്പിക്കാൻ ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് പാടത്തിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത ഇടവകയിലെ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യരത്നം ഔഷധശാലയുമായി സഹകരിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. ഇതോടൊപ്പം രോഗപ്രതിരോധ മാർഗനിർദ്ദേശങ്ങളും നൽകി. വിജ്ഞാനമാത പള്ളിക്ക് എതിർവശമുള്ള റിവൈവൽ ആയുർവേദിക്സിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. മുനിസിപ്പൽ കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത ഇടവകയിലെ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യരത്നം ഔഷധശാലയുമായി സഹകരിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. ഇതോടൊപ്പം രോഗപ്രതിരോധ മാർഗനിർദ്ദേശങ്ങളും നൽകി. വിജ്ഞാനമാത പള്ളിക്ക് എതിർവശമുള്ള റിവൈവൽ ആയുർവേദിക്സിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. മുനിസിപ്പൽ കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ആരംഭിച്ച ആയുർവേദ ചികിത്സാ സമ്പ്രദായം അത് പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ അതിൻ്റെ തനതായ രീതിയിലും പ്രകൃതിയിൽ നിന്ന് തന്നെ ഉള്ള വിഭവങ്ങളും സസ്യങ്ങളുമൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ച് ആണ് ഇവിടെ ചികിത്സ നടത്തിയിരുന്നത്. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ആയുർവേദത്തെ ആശ്രയിച്ച് മാത്രമായിരുന്നു പുരാതന കാലം മുതൽ മനുഷ്യർ ജീവിച്ചിരുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് കഴിയുന്ന മനുഷ്യന് അല്ലെങ്കിൽ ജീവികൾക്ക് അത് ഏറ്റവും ഉത്തമമായ ഒരു ചികിത്സാ രീതിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. ഡോക്ടർ CD സഹദേവൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഫാദർ അലീൻ പാറയ്ക്കൽ, കാരിക്കോട് നൈനാരുപള്ളി ഇമാം നൌഫൽ കൗസരി, ന്യൂമാൻ കോളേജ് ബർസാർ ഫാദർ ബെൻസൺ നിരവത്തിനാൽ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, വൈദ്യരത്നം പ്രതിനിധി MM ഷമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പിതൃവേദി പ്രസിഡന്റ് ഫ്രാൻസിസ് മാളിയേക്കൽ സ്വാഗതവും ഡോക്ടർ M നീതാപ്പോൾ നന്ദിയും രേഖപ്പെടുത്തി. ഡോക്ടർ CD സഹദേവൻ, ഡോക്ടർ അനു ചാക്കോ, ഡോക്ടർ M നീതാപ്പോൾ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. റിവൈവൽ ആയുർവേദിക്സിൽ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയ്ക്കായി ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയും കർക്കിടക മാസ ചികിത്സയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ 6282-064-227 എന്ന നമ്പറിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴയിൽ 17-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്, ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ, PG ജോസഫ് MLA, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS എന്നിവർ പങ്കെടുക്കും. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴ ജോഷ് പവലിയനിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 17 രാവിലെ 10:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, PJ ജോസഫ് MLA, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS, ലോ ആൻഡ് ഓർഡർ ADGP വെങ്കടേഷ് H IPS, ഇന്റലിജൻസ് ADGP P. വിജയൻ IPS, സൗത്ത് സോൺ IGS ശ്യാം സുന്ദർ IPS, എറണാകുളം റേഞ്ച് DIG S സതീഷ് ബിനോ IPS, എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി M. ഹേമലത IPS, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോലീസ് സംഘടനയുടെ ഏറ്റവും വലിയ ഒരുപക്ഷെ ഇതര സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഘടനാ ശൈലിയുള്ള നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കും അറിയിക്കുക എന്നുള്ളത് നമ്മുടെ സമ്മേളനങ്ങളോട് ഉയർന്നു വരുന്ന നിവേദനങ്ങളുടെയും പ്രമേയങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ആ നിലയിൽ വലിയ പ്രാധാന്യമാണ് പോലീസ് സംഘടനയെ സംബന്ധിച്ചുള്ള സംസ്ഥാന കൺവെൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മേഖലയിലെ ജീവനക്കാർ നേരിടുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വേണ്ടുന്ന നവീകരണത്തെക്കുറിച്ചല്ല നമ്മുടെ കൺവെൻഷനകത്ത് ചർച്ച ചെയ്യപ്പെടും. അതെല്ലാം തന്നെ പ്രമേയങ്ങളായിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്കും ഗവൺമെന്റിലേക്കും നൽകി ആ പ്രമേയങ്ങളിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നേടിയെടുത്തു വരുന്ന സംഘടനാ ശൈലിയാണ് കഴിഞ്ഞ 46 വർഷമായിട്ട് കേരള പോലീസ് സംഘടന അവലംബിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്.
ആ നിലയിലേക്ക് നാളെ നടക്കുന്ന സംസ്ഥാന കൺവെൻഷനിൽ സമാരാധനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള ശ്രീ ഇ പ്രസാദ് സാർ, റോഷി അഗസ്റ്റിൻ സാർ, തൊടുപുഴയിലെ ആരാധനായിട്ടുള്ള MLA ശ്രീ PG ജോസഫ് സാർ അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ സമ്മേളന വേദിക്കകത്ത് ഉണ്ടാകും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുധീർ ഖാൻ എ, ജനറൽ സെക്രട്ടറി EV പ്രദീപൻ, ട്രഷറർ അഭിജിത്ത് GP, സ്വാഗത സംഘം ചെയർമാൻ അനീഷ് കുമാർ S, ജനറൽ കൺവീനർ മനോജ് കുമാർ EG എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് TC രാജു തരണിയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് ശ്രീ രാജു തരണിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി പൈമ്പിളിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച യൂണിറ്റാണ് തൊടുപുഴയെന്നും തൊടുപുഴ യൂണിറ്റിലെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്നും വയനാട് ദുരന്തമുണ്ടായപ്പോൾ തൊടുപുഴ യൂണിറ്റിൽ സജീവ പ്രവർത്തനം നടത്തി 5 ലക്ഷം രൂപ കളക്ട് ചെയ്ത് ജില്ലയുമായി സഹകരിച്ചെന്നും വ്യാപാരികൾക്കായി ഡിസ്കൗണ്ട് കൂപ്പൺ, ID കാർഡ് വിതരണം, ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് കൂപ്പൺ വിതരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും തൊടുപുഴ യൂണിറ്റ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചെന്നും സണ്ണി പൈമ്പിളിൽ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തൊടുപുഴ യൂണിറ്റ് മോശമല്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ചില പോരായ്മകളുണ്ട്, അത് തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടതായ നിർദ്ദേശങ്ങൾ കാലാകാലങ്ങളിലും സമയാസമയങ്ങളിലും നമ്മൾ എല്ലാ യൂണിറ്റുകൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 2 കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് 2 നിയമ ഭേദഗതികളാണ്. ഒന്ന്, കഴിഞ്ഞ ഡിസംബർ മാസം 8-ാം തീയതി ഒരു പുതിയ നിയമം, ലീഗൽ മെട്രോളജി നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഞാനത് ഗ്രൂപ്പിൽ കൊടുത്തിരുന്നു. നമ്മുടെ ജില്ലയിൽ 4 കേന്ദ്രങ്ങളിൽ, ഒന്ന് നെടുങ്കണ്ടം, കുമളി, കട്ടപ്പന, മൂന്നാർ, 4 കേന്ദ്രങ്ങളിൽ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥന്മാർ വളക്കട, പലചരക്കുകട, പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ വിൽക്കുന്ന കട അടക്കമുള്ള സ്റ്റേഷനറി കടകളിൽ പരിശോധന നടത്തി. എന്തിനാണ് പരിശോധന നടത്തിയത്? നമുക്കറിയാം, ലീഗൽ മെട്രോളജി വകുപ്പിന് 2 അധികാരമേ ഉള്ളൂ. ഒന്ന്, അളവ് തൂക്ക ഉപകരണങ്ങൾ സ്റ്റാമ്പ് ചെയ്യാം, അത് പരിശോധിക്കാം. രണ്ടാമത്തേത്, പാക്കറ്റ് കമ്മോഡിറ്റീസ് ആക്ട് അനുസരിച്ച് പാക്കറ്റുകളിൽ വേണ്ടത്ര സ്റ്റിക്കറിൽ വേണ്ടത്ര അറിയിപ്പുകളില്ലെങ്കിൽ അവർക്ക് നടപടിയെടുക്കാം. നമുക്കറിയാം എന്ത് സാധനം എന്നുണ്ടാക്കി എന്നുവരെ വിൽക്കാം, എന്താണ് അതിൻ്റെ പരമാവധി ചില്ലറ വിൽപ്പന വില, ഉൽപ്പാദകൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇത്രയും സംഭവം മസ്റ്റാണ്. ഇപ്പോൾ ഡിസംബർ മാസം 8-ാം തീയതി മുതൽ ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ പാക്കറ്റ് കമ്മോഡിറ്റികളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? USP എന്ന് പറയുന്ന ഒരു സാധനം കൂടി എഴുതി ചേർക്കണം. തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി പൈമ്പിളിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സമ്മേളനത്തിൽ വെച്ച് സോഷ്യൽ വർക്കർ എക്സലൻസ് അവാർഡ് ഫാദർ ബെൻസൺ N. ആന്റണി, ന്യൂമാൻ കോളേജ് ബർസാർ, റിന്യൂവ്ഡ് മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് സോഷ്യൽ വർക്കർ ഡോക്ടർ സോമശേഖരൻ CJ, ഗാർഡിയൻ ഓഫ് ഓൾ കേരള ബ്ലഡ് ഡൊണേഷൻ കൂട്ടായ്മയുടെ ഫൗണ്ടർ ശ്രീ അൻസാരി MM എന്നിവരെ പൊതുയോഗത്തിൽ ആദരിച്ചു. കൂടാതെ SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ കുട്ടികളെ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. യൂണിറ്റിന്റെ ID കാർഡ് വിതരണോദ്ഘാടനം ബഹുമാനപ്പെട്ട മാരിയിൽ കൃഷ്ണൻ നായരുടെ സഹോദരൻ ശ്രീ MK ദത്തിന്, ജില്ലാ സെക്രട്ടറി ശ്രീ ഹാജി നജീബ് ഇല്ലത്ത് പറമ്പിൽ നൽകി. യൂണിറ്റ് വാർഷിക റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി ശ്രീ CK നവാസും വാർഷിക വരവ് ചെലവ് കണക്ക് അവതരണം യൂണിറ്റ് ട്രഷറർ ശ്രീ അനിൽ പീടികപ്പറമ്പിലും അവതരിപ്പിച്ചു. തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് 20% ഇളവോടുകൂടിയ പ്രിവിലേജ് കാർഡ് വിതരണം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ KR വിനോദ് അദ്ദേഹത്തിന്റെ മുഖ്യപ്രഭാഷണത്തിൽ നിർവഹിച്ചു. അല്ലസർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് 25 ലക്ഷം രൂപയോളം വരുന്ന ഫ്രീ ഹെൽത്ത് കൂപ്പൺ ജില്ലാ ട്രഷറർ ശ്രീ R. രമേശ് കുന്നംകുളം സ്റ്റേഷനറി ഉടമ ശ്രീ വർഗീസിന് കൈമാറി. യോഗത്തിൽ രക്ഷാധികാരി ശ്രീ TN. പ്രസന്നകുമാർ സ്വാഗതം ആശംസിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ തങ്കച്ചൻ കോട്ടയ്ക്കകം, നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ NP ചാക്കോ, മുൻ പ്രസിഡന്റുമാരായ ശ്രീ അജു P, ശ്രീ KK മാവൂർക്കനി, ജില്ലാ സെക്രട്ടറി ശ്രീ നാസർ സൈര, വൈസ് പ്രസിഡന്റുമാരായ ശ്രീ ഷെരീഫ് സർഗം, KP ശിവദാസ്, സെക്രട്ടറിമാരായ ശ്രീ ഷിയാസ് MH, ശ്രീ ലിജോൺസ് ഹിന്ദുസ്ഥാൻ, ശ്രീ ജഗൻ ജോർജ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് കുട്ടപ്പാസ്, വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി ലാലി വിൽസൺ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമതി ഗിരിജാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് തോമസ് കളരിക്കലിന്റെ നന്ദിയോടെ യോഗം അവസാനിച്ചു. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചതായി ബാങ്ക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ആഘോഷ ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ട് ആ തുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാരുണ്യ സ്പർശം എന്ന പേരിൽ ചികിത്സാ ധനസഹായവും വിവാഹ ആവശ്യത്തിലേക്ക് 5% പലിശ നിരക്കിൽ മംഗല്യസൂത്ര വായ്പാ പദ്ധതിയും നടപ്പിലാക്കിയെന്നും ഭാരവാഹികൾ അറിയിച്ചു. 1925 പരസ്പര സഹായ സഹകരണ സംഘം എന്ന നിലയിൽ ആരംഭിക്കുകയും 1962 മുതൽ കോലാനി സർവീസ് സഹകരണ ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്ന ബാങ്ക് 1990ലാണ് തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് എന്ന പേരിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. നിക്ഷേപകർക്ക് ആവശ്യമായ നിക്ഷേപ പദ്ധതികളും വായ്പാ പദ്ധതികളും ഒരുക്കി ബാങ്ക് മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. മറ്റ് സഹകരണ ബാങ്കുകൾ പലതും പ്രതിസന്ധിയിലായപ്പോഴും ലാഭത്തിൽ പ്രവർത്തിച്ച ബാങ്കാണ് തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ 100ാം വർഷത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി അംഗങ്ങൾക്കായി കാരുണ്യ സ്പർശം എന്ന പേരിൽ ചികിത്സാ ധനസഹായവും 5% പലിശ നിരക്കിൽ മംഗല്യസൂത്ര വായ്പാ പദ്ധതിയും ആരംഭിച്ചിരിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ബാങ്കിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് നിലവിൽ കാരുണ്യ സ്പർശം എന്ന പേരിലുള്ള ഒരു പദ്ധതിയിൽ നിലവിൽ 10,000 രൂപ വരെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് നൽകി പോരുന്നുണ്ട്. ഈ ശതാബ്ദി വർഷത്തിലെ ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുക അത് ഈ ബാങ്കിലെ അംഗങ്ങളോ അവരുടെ ആശ്രിതരോ ആയിട്ടുള്ളവർക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖം, ക്യാൻസർ പോലെയുള്ള അസുഖം, കരൾ രോഗങ്ങൾ, ഇത്തരം മാരകമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെടുന്നവർക്ക് ഒരു ബോർഡ് മെമ്പറുടെ ശുപാർശയോടുകൂടി ബാങ്കിൽ അപേക്ഷിച്ചാൽ കൂടുതൽ ധനസഹായം നൽകുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക, ആ തുക 100 കുടുംബങ്ങൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ ഒക്ടോബർ മാസത്തിൽ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൈമാറുവാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു പൊതുസമ്മേളനമായി തന്നെ ആ യോഗം വിളിച്ച് ആ യോഗത്തിൽ ബാങ്കിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും അതോടൊപ്പം തന്നെ ബാങ്കിലെ അംഗങ്ങളുടെ കലാപരിപാടികൾ ഉൾപ്പെടെ മികച്ച വിജയം നേടിയ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള സഹകാരികളുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ അത് തുടർന്നു പോരുന്നതാണ്. അത് ഈ പൊതുസമ്മേളനത്തോടനുബന്ധിച്ചും അത് ഉണ്ടാകും എന്ന കാര്യവും അംഗങ്ങളുടെ മുന്നിൽ പൊതു ജനസമക്ഷം അറിയിക്കുകയാണ്. മാരക രോഗങ്ങൾ പിടിപെട്ട 100 പേർക്കാണ് ചികിത്സാ ധനസഹായം വിതരണം ചെയ്യുന്നത്. ശതാബ്ദി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുയോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ചികിത്സാ ധനസഹായം കൈമാറും. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ബാങ്കിന്റെ ആദ്യകാല സഹകാരികളെയും ആദരിക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് പ്രശോഭ് R. നായർ, സെക്രട്ടറി ജയശ്രീ P, ബോർഡ് അംഗങ്ങളായ ഹബി കാസിം, PP ജയകുമാർ, ബേബി സെബാസ്റ്റ്യൻ, ഷാജു, ജയൻ MC എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉടുമ്പന്നൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും നടത്തി. KVVES ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അശ്വതി മധു അധ്യക്ഷത വഹിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉടുമ്പന്നൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും നടത്തി. KVVES ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും സജീവമായ ഒരു പങ്കാളിത്തവും ഭാഗഭാഗിത്വവും വഹിക്കുന്ന ഒരു യൂണിറ്റാണ് ഉടുമ്പന്നൂർ യൂണിറ്റ് എന്നതിൽ തർക്കമില്ല. എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായ ഒരു പങ്കാളിത്തം മധുവിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ട്. മധുവാണ് ഇപ്പോൾ ഷഷ്ടിപൂർത്തിയൊക്കെ കഴിഞ്ഞ് ഒരു ജൂബിലിയുടെ ഘട്ടത്തിലേക്ക് വ്യാപാര ഭവൻ പോലും പ്രസിഡന്റ് സ്ഥാനത്തായിട്ട് 25 വർഷം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ജൂബിലി വർഷം പോലും കഴിഞ്ഞു. അപ്പോൾ അതിലും ഒരു പ്രത്യേകമായ ചാരിതാർത്ഥ്യം കൃത്യമായി അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും വ്യാപാരികളായ നമ്മളെല്ലാവരും വലിയ കഷ്ടത്തിലാണ്. സ്വാഭാവികമായും കച്ചവട മേഖല വളരെ ദുരിതത്തിലാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്ത് കച്ചവടത്തിൻ്റെ ഒരു മാന്യത ദൃശ്യമല്ല. ഇത് ഇന്നത്തെ ദിവസമായതുകൊണ്ടാണോ അതോ ഇവിടെ വലിയ കുഴപ്പമില്ലാതെ കച്ചവടം പോകുന്നത് കൊണ്ടാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. TCയുടെ മുഖത്തോ നവാസിന്റെ മുഖത്തോ ഒരു സന്തോഷം കണ്ടാൽ അതിന് വലിയ പ്രാധാന്യമില്ല. യൂണിറ്റ് പ്രസിഡന്റ് അശ്വതി മധു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് മുഖ്യ പ്രഭാഷണം നടത്തി. ഉടുമ്പന്നൂർ യൂണിറ്റിലെ 6 യുവ ബിസിനസ്സുകാരെ യോഗത്തിൽ ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇലത്തുപറമ്പിൽ ആശംസ നേർന്നു. ദീർഘകാലം സംഘടനയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച PU നാരായണനെ അനുസ്മരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകത്ത്
ആശംസ നേർന്നു. യൂണിറ്റിന്റെ സംഘടനാ വിഷയങ്ങൾ അദ്ദേഹം പ്രതിപാദിച്ചു. ജില്ലാ സെക്രട്ടറി TC രാജു, നിയോജക മണ്ഡലം പ്രസിഡന്റ് NP ചാക്കോ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VS ചെറിയാൻ, ജില്ലാ കമ്മിറ്റി അംഗം നവാസ് എന്നിവർ സംസാരിച്ചു. വിവിധ വിദ്യാഭ്യാസ അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു. കോൺഫറൻസ് ഹാളിന് PU നാരായണൻ മെമ്മോറിയൽ ഹാൾ എന്ന പേര് നൽകി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സാജു KR, ട്രഷറർ AM ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കനത്ത മഴയിൽ ആലക്കോട് പഞ്ചായത്തിലെ തലയനാട്ടിൽ വൻ നാശനഷ്ടം. തച്ചപ്പിള്ളിൽ ഓമനക്കുട്ടന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന പനമറിഞ്ഞ് 11 kV ലൈനിലേക്ക് വീണ് 2 ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കമ്പി ലൈൻ സഹിതം തലയനാട് കോളപ്ര റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇലദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ വൻ നാശനഷ്ടം. വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. തലയനാട് തച്ചപ്പിള്ളിൽ ഓമനക്കുട്ടന്റെ വീടിന്റെ 35 അടി നീളവും 15 അടി ഉയരവുമുള്ള കോൺക്രീറ്റും കരിങ്കല്ലും ഉപയോഗിച്ച് പണിത സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. ഏകദേശം 5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് സ്ഥലമുടമ ഓമനക്കുട്ടൻ പറഞ്ഞു. രാത്രി 10:15 വലിയ ശക്തിയായ മഴയും കാറ്റും ഉണ്ടായി. അപ്പോൾ ഒരു പന സൈഡിൽ നിൽപ്പുണ്ട്. ആ പന അങ്ങോട്ട് പെടന്ന് വീണ് കെട്ടിൻ്റെ ഒരു സൈഡൊക്കെ മറിഞ്ഞു. അപ്പോൾ പന മറിഞ്ഞ് വീണ് ടെലിഫോണിലല്ല ഇലക്ട്രിക് ലൈനിൽ വീണു. ആ പോസ്റ്റും കൂടെ കെട്ടയിലേക്ക് വീണ് ആ ഭാഗം മൊത്തം ഇടിഞ്ഞു പോയി. ഒരു 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന പന മറിഞ്ഞ് 11 kV ലൈനിലേക്ക് വീണ് 2 ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കമ്പി ലൈൻ സഹിതം തലയനാട് കോളപ്ര റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം സ്ഥലം സന്ദർശിച്ചു. വീട് അപകടാവസ്ഥയിലാണെന്നും ഉടനടി ഇതിനൊരു പരിഹാരം കാണണമെന്നും കളക്ടറോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതിശക്തമായ കാറ്റും മഴയുണ്ടായി. നമ്മുടെ അഞ്ചിരി തലയനാട് മഞ്ഞപ്പുറ റോഡിലെ സൈഡിൽ താമസിക്കുന്ന തച്ചപ്പള്ളിയിലെ ഓമനക്കുട്ടൻ്റെ വീടിൻ്റെ സൈഡിലേക്ക് ഒരു വലിയ പന പടർന്നു വന്നു. ആ പന വീണ് തൊട്ട് ചേർന്നുള്ള ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം വീണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി കംപ്ലീറ്റ് ഇടിഞ്ഞു തീർന്നിരിക്കുകയാണ്. വീട് വളരെ അപകടാവസ്ഥയിലാണ് വീടിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ കുടുംബങ്ങളും ആ കുടുംബാംഗങ്ങളും അവിടെ വളരെ ആശങ്കയോടുകൂടിയാണ് കഴിയുന്നത്. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്. അടിയന്തരമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എങ്കിൽ ആ ഒരു വീട് തന്നെ ഏറ്റവും തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. വില്ലേജ് ഓഫീസറുടെ അഭിപ്രായം അനുസരിച്ച് അടിയന്തരമായിട്ട് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ട് തന്നെയുമല്ല ഈ ഭാഗത്തേക്കുള്ള റോഡ് തന്നെ ബ്ലോക്കായിരിക്കുകയാണ്. ഒരു അതിഭീകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഒരു ഉരുളുപൊട്ടി വന്നതിനേക്കാൾ കഷ്ടമായിട്ടാണ് ഈ പ്രദേശത്ത് കിടക്കുന്നത്. അടിയന്തരമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇതിനാവശ്യമായ ഒരു നടപടി ഉണ്ടാക്കി തരണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വട്ടമല, വാർഡ് മെമ്പർ, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അത്യാധുനിക അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനത്തോടെ ക്ലാരിറ്റി സ്കാൻസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രിക്ക് എതിർവശം പാലിയത്ത് ബിൽഡിംഗിലാണ് ക്ലാരിറ്റി സ്കാൻസ് പ്രവർത്തനം ആരംഭിച്ചത്. അത്യാധുനിക അൾട്രാസൗണ്ട് സ്കാനിംഗ് ഫെസിലിറ്റി ഒരുക്കിക്കൊണ്ട് ക്ലാരിറ്റി സ്കാൻ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് സൗകര്യപ്രദമായി ജില്ലാ ആശുപത്രിക്ക് എതിർവശത്തായി പാലിയത്ത് ബിൽഡിംഗിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അബ്ഡോമൻ ആൻഡ് പെൽവിസ് സ്കാനിങ്ങുകൾ, ഒബ്സ്ട്രെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി സ്കാനിങ്ങുകൾ, 3D ഫോളിക്കുലർ സ്റ്റഡി, ഡോപ്ലർ സ്റ്റഡി, സൂപ്പർഫിഷ്യൽ സോഫ്റ്റ് ടിഷ്യൂ സ്കാനിങ്ങുകൾ, ബ്രസ്റ്റ് ആൻഡ് തൈറോയ്ഡ് സ്കാനിങ്ങുകൾ, ന്യൂറോ സോണോഗ്രാം തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി പ്രകാശ്. ഡോക്ടർ രാഹുൽ അല്ല.
ഞങ്ങളിവിടെ തൊടുപുഴയിൽ മങ്ങാട്ടുകവലയിൽ പുതിയൊരു സ്കാൻ സെന്റർ ആരംഭിച്ചിരിക്കുകയാണ്. ക്ലാരിറ്റി സ്കാൻസ് എന്നാണ് പേര്. ഇവിടെ അത്യാധുനിക രീതിയിലുള്ള എല്ലാ അൾട്രാസൗണ്ട് സംവിധാനങ്ങളും അവൈലബിൾ ആണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ അബ്ഡോമൻ സ്കാനിങ്, പെൽവിക് സ്കാനിങ്, ലേഡീസിനുള്ള ഗൈനക്കോളജി, എല്ലാ TVS, ഫോളിക്കുലർ സ്റ്റഡി എല്ലാം അവൈലബിൾ ആണ്. ലൊക്കേഷൻ വരുന്നത് ജില്ലാ ആശുപത്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, പാലിയത്ത് ബിൽഡിംഗ്, ക്ലാരിറ്റി സ്കാൻസ്. നമ്മുടെ സ്ഥാപനം രാവിലെ 9 മണി മുതൽ 6 മണി വരെ പ്രവർത്തിക്കുന്നതാണ്. ഞായറാഴ്ചകളിലും സ്കാനിംഗ് സൗകര്യം ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ക്ലാരിറ്റി സ്കാൻ പ്രവർത്തിക്കുക. കൂടാതെ ലേഡി ഡോക്ടറുടെ സേവനവും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഡോക്ടർ ശ്രുതി പ്രകാശ് MBBS, MD, DNB റേഡിയോ ഡയഗ്നോസിസ്, ഡോക്ടർ രാഹുൽ LR MBBS, MD, DNB റേഡിയോ ഡയഗ്നോസിസ് എന്നിവരുടെ നേതൃത്വത്തിൽ മികച്ച സേവനമാണ് ക്ലാരിറ്റി സ്കാനിങ്ങിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂരിൽ ഗുണ്ട ആക്രമണം പതിവാകുന്നു. ടൗണിലും പരിസര പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം പതിവാക്കുന്നതായി പരാതി ലഭിച്ചു. ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനും കുറ്റക്കാരുടെ മേൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കരിമണ്ണൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കരിമണ്ണൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ സാമൂഹ്യദ്രോഹികളുടെ ആക്രമണം പതിവാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം കരിമണ്ണൂർ ടൗണിലെ വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമയെയും ജീവനക്കാരെയും അസഭ്യം പറയുകയും സമീപത്തെ വീട്ടിൽ നിന്നും തൂമ്പ എടുത്തുകൊണ്ടുവന്ന കടയുടെ മുൻവശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കടയിലുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വഴിയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സാമൂഹിക വിരുദ്ധരിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും ഈ കടയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ കുറുമ്പാലമരത്തുള്ള കടയിലും സമാന രീതിയിലുള്ള സംഭവമുണ്ടായി. കടയിൽ സാധനം വാങ്ങാനെന്ന വ്യാജേന എത്തിയ ഏതാനും യുവാക്കൾ കടയുടമയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ അദ്ദേഹത്തെ അസഭ്യം പറയുകയും കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ തുടരെയുണ്ടാകുന്ന സാമൂഹ്യദ്രോഹികളുടെ ആക്രമണങ്ങൾ കടയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനും കുറ്റക്കാരുടെ മേൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും പോലീസ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കരിമണ്ണൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വണ്ണപ്പുറം നർത്തന സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്സിൽ സ്കോളർഷിപ്പ് വിതരണവും സുവനീർ പ്രകാശനവും മികവുറ്റ പ്രതിഭകൾക്ക് ആദരവും ഒരുക്കി. വണ്ണപ്പുറം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നർത്തന സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. വണ്ണപ്പുറം നർത്തന സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്സിൽ കലാപരിശീലനം ചെയ്യുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും സുവനീർ പ്രകാശനവും വിവിധ കലാപരിശീലനങ്ങളിൽ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്ന കുട്ടികൾക്ക് ആദരവും ഒരുക്കി വണ്ണപ്പുറം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നർത്തന സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നിവിടെ ഈ പ്രോഗ്രാം സ്കോളർഷിപ്പ് വിതരണവും അതിൻ്റെ മൗണ്ട് വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രക്ഷകർത്താക്കളുടെ ഏറ്റവും സ്നേഹത്തോടു കൂടി അവരെ മക്കളെ ഈ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ കഴിവിന് അനുസരിച്ച് ഈ ഡാൻസ് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുവരുന്നത്
നമുക്ക് ഏറ്റവും നല്ല ഒരു പ്രയോജനമാണ്. നമ്മുടെ നാടിന് ഏറ്റവും അനുയോജ്യമായി നൃത്ത രംഗത്ത് കഴിവുകൾ തെളിയിച്ച് അവരുടെ ഇന്നലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെയും അണിയിച്ചൊരുക്കിയ പ്രോഗ്രാമുകളെയും അരങ്ങേറ്റങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഓർമ്മച്ചെപ്പ് എന്ന സുവനീർ പ്രകാശനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴയ്ക്ക് കൈമാറിക്കൊണ്ട് പ്രസിഡന്റ് ബിജു എം എ നിർവഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നർത്തന സ്കൂൾ രക്ഷാധികാരി ശശി കണ്യാലിൽ സ്വാഗതവും നർത്തന സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ KN രാമചന്ദ്രൻ കൃതജ്ഞതയും അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ സ്കോളർഷിപ്പ് കൃത്യമായി വിനിയോഗിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള സ്റ്റൈഫൻഡായി അനുവദിച്ചിരുന്ന ക്യാഷിന്റെ വിതരണം ഉദ്ഘാടനം ഫെബ്രുവരി മാസം 8-ാം തീയതി കാളിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഹണി HL നിർവഹിച്ചിരുന്നു. നർത്തന സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്സിൽ നൃത്തം, സംഗീതം, ചിത്രരചന, വയലിൻ, ഗിറ്റാർ, പിയാനോ തുടങ്ങിയ കലകളിൽ പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാ ശനിയും ഞായർ ദിവസങ്ങളിലും കലാപരിശീലനം നടത്തിവരുന്നു. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖാബിൽ ഏറ്റവും നല്ല രീതിയിൽ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളും സൗഹൃദങ്ങളും നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് ഒരു പുതിയ ആശയവുമായി നികുഞ്ചം. നമ്മുടെ ഇഷ്ടത്തിനൊത്ത പ്ലാനുകൾ, ഗുണമേന്മയുള്ള ചെലവ് കുറഞ്ഞ വീടുകൾ, അതിരുകളില്ലാത്ത വീടുകൾ, എല്ലാ വീടുകൾക്കും പൊതുവായ അടുക്കള, ജൈവ ഭക്ഷണം തുടങ്ങി അതിരുകളില്ലാത്ത സൗഹൃദമായി നികുഞ്ചം കൂട്ടായ്മ. ബന്ധങ്ങളും സൗഹൃദങ്ങളും നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് ഒരു പുതിയ ആശയവും അതിരുകളില്ലാത്ത വീടുകളുമായി നികുഞ്ചം. നമ്മുടെ ഇഷ്ടത്തിനൊത്ത പ്ലാനുകൾ, ഗുണമേന്മയുള്ള ചെലവ് കുറഞ്ഞ വീടുകൾ, അതിരുകളില്ലാത്ത വീടുകൾ, എല്ലാ വീടുകൾക്കും പൊതുവായ അടുക്കള, ജൈവ ഭക്ഷണം, പ്രകൃതിദത്ത ജലം, ആയുർവേദ അലോപ്പതി ഡോക്ടർമാരുടെ സേവനം, കൗൺസിലിംഗ് സൗകര്യം, എല്ലാ ദിവസവും യോഗ, ധ്യാനം, ആധുനിക ജിം സൗകര്യം, എല്ലാ വീടുകളിലും ജൈവ പച്ചക്കറി കൃഷി, വിശേഷ ദിവസങ്ങൾ പൊതു ആഘോഷങ്ങളായി മാറ്റുന്നു. പൂർണ്ണമായും സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ദിവസവും എല്ലാ വീടുകളും യന്ത്രസഹായത്താൽ വൃത്തിയാക്കുന്നതിനുള്ള സൗകര്യം, എല്ലാ മാസവും ടൂർ പ്രോഗ്രാം, മിനി തിയേറ്റർ, എല്ലാ മാസത്തിലും വിദഗ്ധരുടെ പഠന ക്ലാസുകൾ, കുട്ടികൾക്ക് കലാ സംഗീത ഉപകരണ ക്ലാസുകൾ എന്നിവയാണ് ഈ പദ്ധതിയുടെ സവിശേഷത. ജാതിമത ചിന്തകൾക്ക് അതീതമായി ഓരോ നിമിഷവും സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ നികുഞ്ചം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറ് കുറച്ച് നാളുകളായിട്ട് സാറിൻ്റെ മനസ്സിലുള്ള ഒരു ഡ്രീം പ്രോജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. എനിക്കതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ആ പ്രോജക്റ്റിൻ്റെ പേര് തന്നെയാണ്, നികുഞ്ചം. സർ, എന്താണ് നികുഞ്ചം? 20 കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ. ഇപ്പം നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ഈ ഫാസ്റ്റായ ലൈഫിൽ പരസ്പരം ബന്ധങ്ങൾ കുറഞ്ഞു, റിലേറ്റീവ്സ് ആണെങ്കിലും ബന്ധങ്ങൾ കുറഞ്ഞു, സൗഹൃദങ്ങൾ കുറയുന്ന ഇക്കാലത്ത് ഒരു 20 കുടുംബങ്ങളുടെ +3 ഒരു 60 പേരുടെ ഒരു കൂട്ടായ്മ, ഒരു വീട്ടിൽ ഒരു 3 പേര് വെച്ചിട്ട് ഒരു 60 പേരുടെ ഒരു കൂട്ടായ്മ, എന്ത് കാര്യത്തിനും സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് എൻ്റെ ഉദ്ദേശം. കാരണം ഞാനൊരു 20 വർഷമായിട്ട് മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ, എൻ്റെ ചിന്തയിൽ വന്ന മാറ്റങ്ങൾ ഇത് ഇവർക്കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ അത്തരത്തിലുള്ള ചിന്താഗതി ഉള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് പ്രധാന ഉദ്ദേശം. കൂടാതെ നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ചിന്തകളെല്ലാം പ്രചോദിപ്പിക്കുന്നത്. അപ്പം നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, നല്ല വ്യായാമം, ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമായിട്ട് നല്ല താമസം, ഭക്ഷണം, ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അതല്ലേ സാർ? ഇപ്പം നമ്മൾ 20 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 2.5 ഏക്കറിൽ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് സമീപം കോടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നമ്മൾ പ്രോജക്റ്റ് വരുന്നത്. ഇതൊരു വയലിന്റെ സമീപത്താണ്, വളരെ സൈലന്റ് ആയ ഒരു സ്ഥലമാണ്, നല്ല വായുണ്ട്. അതുപോലെ ചെറിയൊരു സിറ്റിയുടെ അടുത്താണ്. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം എല്ലാം നമുക്ക് 10 മിനിറ്റ് യാത്ര ദൂരമേ ഉള്ളൂ. കൂടാതെ മൂന്നാർ ഒരു 60 കിലോമീറ്റർ ദൂരത്തിലാണ്. നമ്മുടെ ആ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ ഇതിന്റെ സമീപത്താണ്.
അപ്പോൾ നമുക്ക് നല്ല പ്രകൃതി രമണീയമായിട്ട് നല്ല ശുദ്ധമായ വായു കാറ്റെല്ലാം കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ടൗൺ ഒക്കെ ആണെങ്കിൽ തൊട്ടടുത്തുണ്ട് താനും. സ്കൂള് കാര്യങ്ങളെല്ലാം അടുത്തുണ്ട്. ഇപ്പൊ നമ്മുടെ തൊടുപുഴയിൽ പുതുതായിട്ട് വരുന്ന കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് 10 മിനിറ്റ് യാത്ര ദൂരം മാത്രമേ ഉള്ളൂ. ശരി. ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അതും 5 കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പൊ എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ ഈ ടൗണിൽ നിന്ന് കുറച്ച് വിട്ട് ഒരു ശാന്തമായ സ്ഥലം അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. ഓക്കെ സാർ, അപ്പം എങ്ങനെയുള്ളവർക്കാണ് ശരിക്കും നികുഞ്ചം സാർ സജസ്റ്റ് ചെയ്യുന്നത്? എന്താ ആഗ്രഹം? നമ്മുടെ മെയിനായിട്ട് നമ്മുടെ നിലവിലുള്ള ഫാസ്റ്റ് ലൈഫിൽ നിന്നൊന്ന് വിട്ട് ഒരു ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് പ്രധാനമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. വീടിന്റെ ഒരു കൺസ്ട്രക്ഷൻ ബേസിലുള്ള ഒരു പ്രൗഢിയല്ല ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ വീടുകളാണ്. ഏത് സാധാരണക്കാരനും നമുക്ക് താമസിക്കാൻ പറ്റുന്ന വീടുകളാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9207979677 അതല്ലെങ്കിൽ 9447479677 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഞായറാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പുറപ്പുഴ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. ആറ്റുപുറത്ത് ജോൺ ജോസഫിന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ശക്തമായ കാറ്റിൽ സമീപത്ത് നിന്നിരുന്ന ആഞ്ഞിലി മരം ചുവടെ മറിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഈ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കുകളേറ്റില്ല. പുറപ്പുഴ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഞായറാഴ്ച വൈകുന്നേരം 6:30 ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. പുറപ്പുഴ പഞ്ചായത്തിലെ 12-ാം വാർഡ് ആറ്റുപുറത്ത് ജോൺ ജോസഫ് എന്ന ആളുടെ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ശക്തമായ കാറ്റിൽ സമീപത്ത് നിന്നിരുന്ന ആഞ്ഞിലി മരം ചുവടെ മറിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. മരത്തിന്റെ ശിഖരം വീടിന് മുകളിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. പെരയുടെ മുൻവശം മൊത്തം പോയി. പറഞ്ഞാൽ പിന്നെ പുറപ്പുഴ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. മരം വീടിന് മുകളിലേക്ക് പതിച്ച സമയം ആളുകൾ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കുകളില്ല. ഈ വർഷം കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ മരം വീണ നിരവധി വീടുകളാണ് ഭാഗികമായും പൂർണ്ണമായും തകർന്നത്. നിരവധി കൃഷിനാശങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ട് ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വഴുതല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശു പൊളിച്ചത് കർഷകരെ കുടിയിറക്കുവാനുള്ള സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴയിൽ 17-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊടുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതായി ബാങ്ക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കനത്ത മഴയിൽ ആലക്കോട് പഞ്ചായത്തിലെ തലേനാട്ടിൽ വൻ നാശനഷ്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.